I think we can discuss. ഇന്നത്തെ ഒരു ചർച്ചയ്ക്കകത്തേക്ക് പോവുകയാണ് നമ്മൾ. മൊത്തം നമുക്ക് 45 മിനിറ്റാണുള്ളത്. 45 മിനിറ്റിൽ 3 പാനലിസ്റ്റുകളും 10 മിനിറ്റ് വീതമാണ് എടുക്കുന്നത്. 15 മിനിറ്റ് ഓപ്പൺ ഫ്ലോർ ആയിരിക്കും ക്വസ്റ്റ്യനായിട്ട്. അംബേദ്കറെ എങ്ങനെ വായിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ആക്ച്വലി അംബേദ്കറെ എങ്ങനെ വായിക്കപ്പെടണമെന്നുള്ളത് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം, അതായത് മനസ്സിലാക്കിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു ഇതിനകത്തേക്കല്ല പോകേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാര്യം അംബേദ്കറെ എല്ലാവരും വായിക്കപ്പെടുന്നത് പലതരത്തിലാണ്. നിങ്ങളുടെ എല്ലാം വ്യൂ പോയിന്റിലാണ് നിങ്ങൾ വായിക്കപ്പെടുന്നതും നിങ്ങൾ അതിനെ പ്ലേസ് ചെയ്യപ്പെടുന്നതും. പക്ഷേ അംബേദ്കറെ എങ്ങനെ വായിക്കപ്പെടുന്നത്, ഇന്ത്യയിൽ എങ്ങനെ വായിക്കപ്പെടുന്നു എന്ന് പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കും. പാനലിലുള്ള ഓരോരുത്തർക്കും അവരുടെ വ്യൂ പോയിന്റിൽ. സാധാരണ അംബേദ്കറെ പ്ലേസ് ചെയ്യപ്പെടുന്നത് എല്ലായ്പ്പോഴും ദളിത് ആദിവാസികളുടെ ഒരു ഐക്കണായിട്ട് മാത്രമായിട്ടാണ്. നേരെ മറിച്ച് ഒരു പബ്ലിക് ഫിഗറായിട്ട് അംബേദ്കറെ വായിക്കപ്പെടുമ്പോൾ ഒരു മെത്തഡോളജി മുതൽ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ വരെ അംബേദ്കറെ എങ്ങനെ വായിക്കപ്പെടുന്നു എന്നുള്ളതും കൂടിയാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഓരോരുത്തരും ഞാനൊരു 3-4 ക്വസ്റ്റിനകത്ത് നിന്നുകൊണ്ടുള്ളൊരു ചോദ്യമാണ് ഇതിനകത്ത് ഉണ്ടാവാൻ പോകുന്നത്. 2 റൗണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം കറക്റ്റ് ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 10 മിനിറ്റ് എന്നുള്ളത്. അപ്പം ആദ്യത്തെ ചോദ്യത്തിനകത്തേക്ക് ഞാൻ ശ്രീജിത്തിനോടാണ് ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇന്ത്യ പഠനത്തിന് ഒരു മാതൃകയാണോ ഡോക്ടർ അംബേദ്കർ? അത്തരം ഒരു മെത്തഡോളജി ഇവിടെ നിലവിലുണ്ടോ എന്നുള്ളതാണ്. അംബേദ്കർ പലതരത്തിൽ വായിക്കപ്പെടുന്നുവെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. ഒരു പ്ലേസ് ചെയ്യപ്പെടുന്നത് പലതരത്തിലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പം അത്തരത്തിൽ ഇന്ത്യയെ പഠിക്കുന്നതിനകത്ത് എത്തരത്തിലാണ് നിങ്ങൾ അംബേദ്കറെ കാണുന്നത്? അംബേദ്കർ ഒരു മാതൃകയായിട്ടാണോ? അതിൻ്റെ ഒരു മെത്തഡോളജി എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അതിൻ്റെ ബാലൻസായിട്ട് മറ്റ് പാനലിസ്റ്റുകൾ മറുപടി പറയുന്നതാവും. അതെ, അതിൽ നിന്നാണ് സംസാരിക്കേണ്ടത്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പരിപാടിയിൽ ക്ഷണിച്ച മനോരമയുടെ കുടുംബത്തിനോടുള്ള നന്ദി, എന്നെ കേൾക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള നന്ദി ആദ്യം തന്നെ പ്രകാശിപ്പിക്കട്ടെ. അംബേദ്കറുടെ പ്രസക്തി എന്ന രീതിയിൽ ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. അംബേദ്കറുടെ ദളിത് ഫൈറ്റിനപ്പുറത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രകൃതം എന്താണ് എന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. ഭരണഘടനാ നിർമ്മാതാവ് എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പല രീതികളിൽ അംബേദ്കറെക്കുറിച്ച് നമ്മൾ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഇന്നുവരെയും ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. ഈ ചർച്ചയുടെ ടൈറ്റിലിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്രത്യേകത അത് അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്നാണ്. നമ്മൾ 1950-കൾ മുതലെങ്കിലും ഒരുപക്ഷെ അക്കാഡമിക്കായിട്ട് അംബേദ്കറെ വായിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യയിലെ തലമുറ. അങ്ങനെ വിവിധ തലമുറകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് മനോരമ ചോദിക്കുന്നു അംബേദ്കറെ നമ്മൾ എങ്ങനെ വായിക്കണം. അപ്പോൾ അതിന് തന്നെ പല അർത്ഥതലങ്ങളുണ്ട്. അംബേദ്കറെ നമ്മൾ ഇതുവരെ വായിച്ചത് ശരിയാണോ? ഇന്നത്തെ കാലത്ത് അംബേദ്കറുടെ ആശയങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു വായന അത് അർഹിക്കുന്നുണ്ടോ? അംബേദ്കറുടെ പ്രസക്തി ഇന്ന് ഏത് രീതിയിലാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്? അന്നത്തെ കാലത്തേതുപോലെ തന്നെയാണോ? അതിനേക്കാൾ കൂടിയോ കുറഞ്ഞോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യം എത്രത്തോളം അച്ചീവ് ചെയ്തു? ഇനി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് എത്ര ദൂരം ബാക്കി നടക്കാനുണ്ട്? ഇങ്ങനെ പല രീതികളിൽ ഒരുപക്ഷെ നമുക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിനെ വ്യാഖ്യാനിക്കാം. ഞാൻ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും അംബേദ്കറെ കാണാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ കാലത്ത് അംബേദ്കറുടെ ആശയങ്ങൾ നടപ്പാക്കുന്നത് ഏത് രീതിയിലാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ മേജർ റെസ്പോൺസിബിലിറ്റി സർക്കാരുകൾക്ക് തന്നെയാണ്. കേന്ദ്ര സർക്കാരുകൾക്ക്, നിരവധി സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതുകൂടാതെ അംബേദ്കർ പറയുന്ന ഏതെങ്കിലും മേഖലകളിലേക്ക് മാത്രം ഒരു ബോക്സ് കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചതുര കള്ളി വരച്ചിട്ട് നമ്മൾ അംബേദ്കറെ അതിൽ ഒതുക്കാനായി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഏറ്റവും കൂടുതൽ അംബേദ്കറെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നത്
അംബേദ്കറുടെ ജാതീയമായിട്ടുള്ള പല പരാമർശങ്ങളെക്കുറിച്ചാണ്. ഹിന്ദു മതത്തിനെക്കുറിച്ച്, ചാതുർവർണ്ണീയ വ്യവസ്ഥയെക്കുറിച്ച്, സനാതന ധർമ്മത്തെക്കുറിച്ച്, ജാതി അതിലുണ്ടായിരുന്ന ഉച്ചനീചത്വത്തിനെക്കുറിച്ച്, അതുകൊണ്ട് സമൂഹത്തിൻ്റെ താഴേക്കിട മേലേക്കിട എന്നുള്ള വിഭജനമുണ്ടായതിനെക്കുറിച്ച്, അതിനെ നമ്മൾ എങ്ങനെയാണ് ചരിത്രപരമായിട്ടുള്ള ഒരു അനീതി അതിനെ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ നമ്മൾ എവിടെ വരെ എത്തി, ഇനി എന്ത് ചെയ്യണം, ഇത് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ വളരെ ശക്തമായിട്ട് അംബേദ്കറിനെ അനുകൂലിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഹിന്ദു മതത്തിനെ, സനാതന ധർമ്മത്തിനെ ഒക്കെ തന്നെ വിമർശിക്കുന്നുണ്ട്. ആ വിമർശനം കുറേ അളവ് വരെയും ജസ്റ്റിഫൈഡ് ആണ് എന്നുള്ള പക്ഷത്ത് തന്നെ നിൽക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. കാരണം ജാതീയമായിട്ടുള്ള അനീതി എന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് ഇല്ല എന്ന് പറയുന്നത് ഹോളോകോസ്റ്റ് ഡിനയലിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് റെപ്പറേഷൻസ് കിട്ടണം, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുന്നതിന് നമ്മളൊരു സമൂഹം എന്ന നിലയ്ക്ക് സർക്കാരും ജനങ്ങളും ചേർന്ന് പ്രവർത്തിക്കുകയും വേണം. പക്ഷെ ഇത് മാത്രമല്ല അംബേദ്കർ പറഞ്ഞത്. അംബേദ്കർ മറ്റു വിഷയങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അംബേദ്കറുടെ പല പ്രസ്താവനകളും ഇന്നത്തെ കാലത്താണ് എങ്കിൽ അതിനോട് നിങ്ങളിൽ എത്ര പേർ യോജിക്കും എന്നെനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഒന്ന് രണ്ട് പ്രസ്താവനകൾ വേണമെങ്കിൽ ഞാൻ വായിക്കാം. ആ പ്രസ്താവന ശ്രീജിത്ത് പണിക്കരുടെ പ്രസ്താവന ആയിരുന്നുവെങ്കിൽ അത് പ്രശ്നമാണ്, അതെനിക്കറിയാം. പക്ഷേ ഇതൊരു അക്കാദമിക് ചർച്ചയായതുകൊണ്ടും ഞാൻ ഉദ്ധരിക്കുന്നത് അംബേദ്കറിനെ ആയതുകൊണ്ടും അതൊരു പ്രശ്നമല്ല എന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദുമതത്തിനെ എന്നല്ല, മറ്റു മതങ്ങളെ അദ്ദേഹം വിമർശിച്ചതിനെ കുറിച്ചാണ്. അദ്ദേഹം മതം മാറാനായിട്ട് തീരുമാനിക്കുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിനോടൊപ്പം മതം മാറുന്നു. ആ സമയത്ത് അദ്ദേഹം ചൂസ് ചെയ്യുന്ന മതം ബുദ്ധമതമാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇസ്ലാം എടുത്തില്ല? എന്തുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനിറ്റി എടുത്തില്ല? എന്തുകൊണ്ട് അദ്ദേഹം സിഖ് മതം എടുത്തില്ല? ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അന്ന് അംബേദ്കർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും കാര്യമായ രീതിയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഇന്നത്തെ സമൂഹത്തിൽ ഒരു അഭിപ്രായമായോ ചോദ്യമായോ വന്നാൽ അതിനോട് സമൂഹം ഏത് രീതിയിൽ പ്രതികരിക്കും എന്നറിയാനുള്ള കൗതുകവും എനിക്കുണ്ട്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാത്തതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹിന്ദു മതത്തിലുള്ള എല്ലാ കൊള്ളരുതായ്മകളും, അതൊരു കൊളോക്കിയൽ ലാംഗ്വേജിൽ ഞാൻ പറയുകയാണ്, ഇസ്ലാമിലുണ്ട്, അതിനേക്കാൾ കൂടുതലുമുണ്ട് എന്നാണ്. അപ്പം നമ്മൾ അംബേദ്കറിസം ഫർദർ ചെയ്യുന്ന ആൾക്കാരെന്ന നിലയ്ക്ക്, അംബേദ്കറൈറ്റുകൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന നിലയ്ക്ക് നമ്മൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വളരെ സാർവത്രികമായിട്ട് നമ്മൾ കാണുന്ന ഒന്ന് വസ്ത്രമാണ് നമ്മൾ ഇവർ ധരിക്കുന്ന പർദ്ദ അല്ലെങ്കിൽ ബുർഖ. ഓക്കെ, ഈ പർദ്ദയെക്കുറിച്ച്, ബുർഖയെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിക്കും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: These burqa women walking in the streets is one of the most hideous sights one can witness in India. ബുർഖ ധരിച്ചുകൊണ്ട് സ്ത്രീകൾ ഇന്ത്യയിലെ തെരുവുകളിൽ കൂടി നടക്കുന്നത് അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന ഒരു കാഴ്ചയാണ്. അംബേദ്കറുടെ ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്ന ആൾക്കാരൊന്ന് കൈവയ്ക്കാൻ നന്നായിരുന്നു. ഒരാളാണ്, 2 പേര്, 3 പേര്, 5 പേര്, 10 പേരുണ്ടാവും അല്ലേ? ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇന്നത്തെ കാലത്ത് മറ്റാരെങ്കിലുമാണ് ഇത് പറയുന്നത് എങ്കിൽ അവരെ സമൂഹം എങ്ങനെ കാണും, അതിനെ സമൂഹം എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നത്, such seclusion cannot but have its deteriorating effects upon the physical constitution of Muslim women. They are usually victims to anemia, tuberculosis and pyorrhea. They are usually their bodies are deformed, with their backs bent, bones protruded, hands and feet crooked, ribs, joints and nearly all their bones ache. Heart palpitation is very often present in them. ബുർഖ ധരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ടോ? ഇത് പറഞ്ഞത് ജി സുകുമാരൻ നായരായിരുന്നെങ്കിലോ?
ഇത് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനായിരുന്നെങ്കിലോ? നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കും? ഇന്നത്തെ കാലത്തോ അന്നത്തെ കാലത്തോ സാമൂഹ്യ പ്രസക്തിയുള്ള നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പ്രസ്താവനയാണോ ഇത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി അദ്ദേഹം നിരന്തരം ഇങ്ങനെ പറയുന്നുണ്ട്, ബുർഖ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇനി മറ്റൊരു കാര്യം, ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം നടത്തിയിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ അദ്ദേഹം, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് എഴുതുകയും എന്നിട്ട് അതിന് അവസാനമായിട്ട് അദ്ദേഹം കൺക്ലൂഷനായിട്ട് ജെയിംസ് പൂളിനെ പോലെയുള്ള ആൾക്കാരെ കോട്ട് ചെയ്തിട്ട് അവർ വഴി അവർ കോട്ട് ചെയ്തിരിക്കുന്ന മറ്റുള്ള ആൾക്കാരെ കോട്ട് ചെയ്തിട്ട് അതിൻ്റെ അവസാനം അദ്ദേഹം പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള ഒരു മതമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ. ഖുറാൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് എന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല, മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായത്തോടു കൂടി ചേർന്ന് നിന്നിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. ഒരു മതഗ്രന്ഥത്തിനെ വെളിഫൈ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ? അദ്ദേഹം ഭഗവത്ഗീതയെ വിമർശിച്ചാൽ, ഇനി അന്നത്തെ നിയമങ്ങളായിരുന്ന മനുസ്മൃതിയെ വിമർശിച്ചാൽ അതിനൊക്കെ കൈയടിക്കുന്ന ആൾക്കാർ ഇതിന് കൈയടിക്കുമോ എന്നാണ് എനിക്കറിയാനുള്ളത്. ഞാനിതിൽ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. നമ്മൾ അംബേദ്കറുടെ അഭിപ്രായങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഭാഗത്തിനെ മാത്രം നമ്മൾ ചർച്ച ചെയ്യുകയും അദ്ദേഹം മറ്റു മതങ്ങളെ വിമർശിച്ചിരിക്കുന്നതിനെക്കുറിച്ചോ അവരുടെ മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചോ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചോ ഒരു തരത്തിലും ചർച്ച ചെയ്യാൻ പോലും ആധുനിക സമൂഹത്തിൽ പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വിമർശനമാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ പല നയങ്ങളും നിലപാടുകളും പിൽക്കാലത്ത് നടപ്പാക്കിയത് നിങ്ങൾ യോജിക്കുന്ന രാഷ്ട്രീയമുള്ള ഒരു പാർട്ടിയാണോ, ഭരണം കൈകാളുന്ന ഗവൺമെൻറ് ആണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, ആർട്ടിക്കിൾ 370 കൊണ്ടുവരുന്ന സമയത്ത് അത് 306A ആണ്. അത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അംബേദ്കർ അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗോപാലസ്വാമി അയ്യങ്കാരാണ്. അതിനോട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നാണോ, കാശ്മീരിന് സവിശേഷ അധികാരം നൽകണമെന്നാണോ? അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരുന്ന അഭിപ്രായത്തിനെ കുറിച്ച് പലരും എഴുതിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായിട്ട് സർദാർ പട്ടേലിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, വോളിയംസ്. അപ്പോൾ കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യത്തിനുള്ളിൽ മറ്റൊരു സ്വയംഭരണ പ്രദേശം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞിരുന്ന അംബേദ്കറിൻ്റെ ആ നിലപാടുകളെ BJP നടപ്പാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എത്ര അംബേദ്കറൈറ്റുകൾ അതിനെ കൈയടിച്ചു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യൂണിഫോം സിവിൽ കോഡ്, ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവന്നതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സിവിലിയൻ നിയമങ്ങൾ ഒന്നായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം ഉണ്ടാവുകയും നിയമങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാക്കുകയും ചെയ്ത അംബേദ്കർ യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ അംബേദ്കറൈറ്റുകൾ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് വേണമെന്നാണോ വേണ്ടെന്നാണോ? കാസ്റ്റ് സെൻസസ്, ഷെഡ്യൂൾഡ് കാസ്റ്റുകളുടെയും ഷെഡ്യൂൾഡ് ട്രൈബുകളുടെയും എന്യൂമറേഷനാണ് സെൻസസിനോടൊപ്പം നടക്കേണ്ടത്, മറ്റുള്ള ജാതികൾ എന്യൂമറേറ്റ് ചെയ്യപ്പെടേണ്ടതല്ല എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്നത്തെ അംബേദ്കറൈറ്റുകൾ ജാതി സെൻസസ് വേണം എന്ന് പറയുന്ന പക്ഷത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പീഡനം അനുഭവിക്കുന്ന ദളിതരുൾപ്പെടെയുള്ള ഹിന്ദുക്കൾ അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വന്നാൽ നമ്മളവരെ ഓപ്പൺ ഹാൻഡ്സോടുകൂടി സ്വീകരിക്കണം, അവരെ ഉൾക്കൊള്ളണം, അവർക്ക് നമ്മൾ പൗരത്വം കൊടുക്കണം എന്ന് പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമം വരുന്ന സമയത്ത് അംബേദ്കറൈറ്റുകൾ അതിനെ എതിർക്കുന്നതാണ് ഞാൻ കാണുന്നത്. മുത്തലാഖ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യരഹിതയായ സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീയാണ് എന്ന് അഭിപ്രായം പുസ്തകത്തിൽ എഴുതിയ ആളാണ് അംബേദ്കർ. അതിൻ്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളായിട്ട് ഒന്ന് ഫർദയും മറ്റൊന്ന് അവരനുഭവിക്കുന്ന സ്ലേവറിയാണ് എന്ന് പറയുന്നുണ്ട്. ഒന്നിലധികം ഭാര്യമാരുള്ള അങ്ങനെയുള്ള ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പോളിഗാമി എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പ്രതികൂലകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു മുസ്ലിം സ്ത്രീയെ ഒരു തരത്തിലും സഹായിക്കുന്നില്ല. ഒരു മുസ്ലിം പുരുഷൻ ഏകപക്ഷീയമായി
എന്ത് കാരണമുണ്ടെങ്കിലും കാരണമില്ലെങ്കിലും 3 തവണ തലാക്ക് പറഞ്ഞവളെ ഒഴിവാക്കാം എന്ന് വന്നു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ ഡിസ്ക്രിമിനേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞയാളാണ് അംബേദ്കർ. പക്ഷേ മുത്തലാഖ് നിരോധന നിയമം കൊണ്ടുവന്നപ്പോൾ അംബേദ്കറൈറ്റുകൾ ഏത് പക്ഷത്തായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ എൻ്റെ ആദ്യ സെഷൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, അംബേദ്കറിനെ എങ്ങനെ വായിക്കാം എന്നത് അംബേദ്കറൈറ്റുകൾ ചിന്തിക്കണം എന്നാണ്. നിങ്ങൾ അംബേദ്കറിനെ ഇന്നത്തെ കാലത്ത് എങ്ങനെ കാണുന്നു, അംബേദ്കറിൻ്റെ ആശയങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിനെ നിങ്ങൾ എങ്ങനെ അടയാളപ്പെടുത്തുന്നു, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യത്തിനും അക്കൗണ്ടബിലിറ്റിയോടെയാണ് പറയുന്നത്. ഇനിയൊരു ഘട്ടത്തിൽ ഈ ചർച്ചയിൽ തന്നെ അതിൻ്റെ റെഫറൻസ് വേണമെങ്കിൽ ആർക്കും ചോദിക്കാവുന്നതാണ്. അത് എവിടെ നിന്നാണ് എന്നതിനെക്കുറിച്ച് ഉദ്ധരിക്കാവുന്നതുമാണ്. താങ്ക് യു. ഇന്ത്യ പഠനത്തിന് അംബേദ്കറിൻ്റെ സ്റ്റഡീസ് ഒരു മാതൃകയാണോ എന്ന് എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീജിത്ത് അതിന് മറുപടി പറഞ്ഞില്ല. വേറെ ചില കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ ഡിസ്കഷനെ തന്നെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഒരു അപ്രോച്ചാണത്. ചോദ്യങ്ങൾക്ക് കൃത്യമായി നമ്മൾ മറുപടി പറയുക, അത് വിശദീകരിക്കുക, ആ സംശയങ്ങൾ ഉന്നയിക്കുക, ഡിസ്കസ് ചെയ്യുക, പൊസിഷൻ പറയുക, ആയിരിക്കണം ഒരു അപ്രോച്ചായിട്ട് എടുക്കേണ്ടത് ഇതുപോലൊരു ഡിസ്കഷൻ. അംബേദ്കർ എങ്ങനെ വായിക്കണം എന്നൊന്നും ആർക്കും ആരോടും പറയാൻ പറ്റില്ല. സൗകര്യമുള്ള പോലെ ആൾക്കാർ വായിക്കും. അതാണത് എൻ്റെ ഒന്നാമത്തെ ഉത്തരം. പക്ഷേ അംബേദ്കറെ അറിയാൻ നമ്മൾ അംബേദ്കറെ വായിക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കരുതാത്ത ചില ഘടകങ്ങൾ അംബേദ്കറുടെ എഴുത്തിലുണ്ട്. അത് ഒഴിവാക്കിയാൽ അംബേദ്കർ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഹൗ ടു റീഡ് അംബേദ്കർ എന്ന ക്വസ്റ്റ്യൻ പ്രസക്തമായിരിക്കുന്നത്. അതിലൊന്നാമത്തെ ഒരു കാര്യം, ഈ അംബേദ്കർ സമം ജാതി സമം പട്ടികജാതിക്കാർ എന്നൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ഈ പറയുന്ന കാര്യമൊക്കെ പിടികിട്ടുമെന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ സംഗതി, അദ്ദേഹം 1916 ഇന്ത്യയിലെ ജാതികളെക്കുറിച്ച് പഠിക്കുന്നത് പണ്ടുകാണ്ട് വണ്ടിയെ നിറക്കി വിട്ടത് കൊണ്ടാണെന്ന് വിചാരിക്കുന്ന ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നത്. വണ്ടിയെ നിറക്കി വിട്ടതുകൊണ്ടൊന്നും അല്ല. അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളുടെ പ്രാചീനമായ സാമൂഹിക സംവിധാനത്തെ സംബന്ധിച്ച് നടത്തിയ ആന്ത്രോപോളജിക്കൽ സെമിനാറിൽ ഇന്ത്യയിലെ ജാതികളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ പ്രാചീനമായ പ്രാകൃതമായ ഒരു സാമൂഹിക സംഘാടന വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയിലെ ജാതികളെക്കുറിച്ചൊരു പഠനം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഈ പഠനത്തിൽ തന്നെ ഒരു മെത്തഡോളജി, ഒരു അപ്രോച്ച്, ഹൗ ടു സ്റ്റഡി ഇന്ത്യ എന്ന ചോദ്യത്തിനൊരു ഉത്തരം അടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ ജാതിയില്ല, ജാതികളേ ഉള്ളൂ എന്നതാണ് ആദ്യത്തെ പ്രഖ്യാപനം. എന്ന് പറഞ്ഞാൽ ജാതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റപ്പെട്ട ഗ്രൂപ്പുകളായിട്ടല്ല, ഒരു ബന്ധവ്യവസ്ഥയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ വ്യത്യസ്തമായ സാമൂഹിക വിഭാഗങ്ങളുടെ ഒരു ബന്ധവ്യവസ്ഥയാണ് ജാതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ് ഈസ് എൻ എൻക്ലോസ്ഡ് ക്ലാസ് എന്നാണ് പറയുന്നത്. എൻക്ലോസ്ഡ് ക്ലാസ്, കൊട്ടിയടയ്ക്കപ്പെട്ട വർഗമാണ് ജാതി എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്തർജാതി ബന്ധങ്ങൾ അസാധ്യമായൊരു സമൂഹമാണ് ഇന്ത്യ എന്നാണ്. അന്തർജാതി ബന്ധങ്ങൾ അസാധ്യമായ ഒരു സമൂഹമാണ് ഇന്ത്യ എന്നാണ്. മൂന്നാമത്തെ കാര്യം, എക്സോഗമിക്കുമേൽ എൻഡോഗമി സ്ഥാപിക്കപ്പെട്ടതാണ് ജാതി. സഗോത്ര വിവാഹമാണ് ജാതിയെ നിലനിർത്തുന്നത് എന്നതാണ് മൂന്നാമത്തെ സംഗതി. 4, സതി പോലെയുള്ള അതിക്രൂരമായൊരു സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ടായി വരാൻ കാരണം ഫീമെയിൽ സെക്ച്വാലിറ്റിക്ക് മേൽ, സ്ത്രീകളുടെ സെക്ച്വാലിറ്റിക്ക് മേൽ ജാതി വ്യവസ്ഥയും പുരുഷാധികാരവും പുലർത്തുന്ന സമീപനമാണ് എന്ന് അതിൽ പറയുന്നു. ഈ 4 കാര്യങ്ങളിൽ നിന്നും ഇന്ത്യ എന്നത് ജാതി വിവേചനം അനുഭവിച്ചിട്ടുള്ളതുണ്ടെന്ന ജാതിയെക്കുറിച്ച് പറഞ്ഞേക്കാന്നല്ല അംബേദ്കർ പറഞ്ഞത്. മറിച്ച് ഇന്ത്യയുടെ ഇന്ത്യൻ സമൂഹത്തെ അടിസ്ഥാന പ്രകൃതം, കാസ്റ്റ് ബന്ധങ്ങളിലൂടെ, സെക്ച്വാലിറ്റിയുടെ നിയന്ത്രണത്തിലൂടെ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നത് 1916 പ്രബന്ധത്തിൽ തന്നെ അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതൊക്കെ 20 വർഷത്തെ അന്വേഷണത്തിലും ഇടപെടലിനും ശേഷം 1936 അനീലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി നിർമൂലനം എന്ന കൃതി അദ്ദേഹം പ്രസിദ്ധീകരിക്കുമ്പോൾ
ഇന്ത്യയുടെ അടിസ്ഥാനപരമായൊരു പ്രകൃതമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, ഇന്ത്യയെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയായി ചൂണ്ടിക്കാണിക്കുന്നത് ഗ്രേഡഡ് ഇനിക്വാളിറ്റി എന്ന് പറയുന്നൊരു കാര്യമാണ്. ഈ ശ്രേണീകൃതമായ അസമത്വം എന്ന സംഗതി. ഈ ശ്രേണീകൃത അസമത്വം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യയിലെ മനുഷ്യർ ഒരാൾ മുകളിൽ ഒരാൾ താഴെ അതിനും താഴെ അങ്ങനല്ല. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള ഏതൊരു പഠനത്തിലും ഇന്ത്യ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രേഡഡ് ഇൻഇക്വാളിറ്റിയിലാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരാൾക്കും ഇന്ത്യയുടെ ആത്മാവ് പിടികിട്ടില്ല എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ എംപിരിക്കൽ കാറ്റഗറി, അതൊരു അനുഭവവാദപരമായ കാറ്റഗറി ആയിട്ടല്ല, ബട്ട് ആൻ അനലറ്റിക്കൽ കാറ്റഗറി ആയിട്ടാണ് ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി അദ്ദേഹം മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്ന് പറയുന്ന ഫിലോസഫിക്കൽ കാറ്റഗറിയെ മനസ്സിലാക്കാതെ മാർസിനെ മനസ്സിലാകാതെ പോകുന്നത് പോലെ തന്നെയാണ് ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി എന്ന സങ്കല്പനത്തെ. അതൊരു ഒരു കോൺസെപ്റ്റാണ്, ഒരു അനലറ്റിക്കൽ കാറ്റഗറിയാണ്, ഇന്ത്യയെ വിശദീകരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു കാറ്റഗറിയാണ്. ആ നിലക്ക് ഈ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുന്തോറും പവിത്രത ഏറി വരികയും താഴത്തേക്ക് പോകുന്തോറും മ്ലേച്ഛത ഏറി വരികയും ചെയ്യുന്നൊരു വ്യവസ്ഥയാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ഈ ഇന്ത്യയിലെ മുഴുവൻ സംവിധാനത്തിനും ഈ തത്വം ബാധകമാണ്. വൈ? ബിക്കോസ് ഇന്ത്യ ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളുടെ ഒരു സമാഹാരമാണ്. ഈ റിച്വലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പവിത്രത എന്ന് പറയുന്ന കാര്യം. ഇന്ത്യക്കകത്തെല്ലാം പവിത്രമാണ്. അക്ഷരം പവിത്രമാണ്, ഗുരു പവിത്രമാണ്, ഭർത്താവ് പവിത്രമാണ്, ഭാര്യയല്ല കേട്ടോ, ശ്രദ്ധിച്ചോണം, ഭർത്താവ് പവിത്രമാണ്. അങ്ങനെ എല്ലാം പവിത്രമായിരിക്കെ മുകളിലേക്ക് പോകുന്തോറും പവിത്രത ഏറി 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 ഏറ്റവും അവസാനം നമ്മൾ ബ്രാഹ്മണ സ്വരൂപത്തിൽ എത്തിച്ചേരുകയും താഴത്തേക്ക് വന്ന് പവിത്രത ഇല്ലാതായി ഏറ്റവും അവസാനം ചണ്ടാളനിൽ എത്തിച്ചേരുന്ന ഒരു സാമൂഹിക ദർശനത്തിൻ്റെ അടിത്തറ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ ചൂണ്ടിക്കാണിച്ച ഈ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റിയെ വെറുതെ സാമൂഹ്യ വിഭജനമായിട്ടല്ല, ഒരു അനലറ്റിക്കൽ കാറ്റഗറി ആയിട്ട് മനസ്സിലാക്കിയാൽ ഇന്ത്യയെ മനസ്സിലാക്കുവാനുള്ള, ഇന്ത്യയെ പഠിക്കുവാനുള്ള ഒരു മെത്തഡോളജി ഡോക്ടർ BR അംബേദ്കർ സംഭാവന ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവും. ഈ മെത്തഡോളജിയുടെ അനിവാര്യ ഫലമാണ് ഹിന്ദുത്വ വിമർശനം എന്ന് പറയുന്ന കാര്യം. അതായത് ഗ്രേഡഡ് ഇൻഇക്വാളിറ്റിയിൽ, പവിത്രതയിൽ റിച്വലിസ്റ്റിക് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അനീതികളെ ന്യായീകരിക്കുന്ന സിദ്ധാന്തങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അംബേദ്കർ എന്നല്ല, ഈ മെത്തഡോളജി പിൻപറ്റുന്ന എല്ലാവരും വിമർശിക്കും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല, അത് അനിവാര്യമാണത്. അംബേദ്കർക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കളെ വിമർശിച്ച് കളയാം എന്നൊന്നും വിചാരിച്ചിട്ടില്ല, അതല്ല അതിൻ്റെ കാര്യം. മറിച്ച് ആ മെത്തഡോളജി ഫോളോ ചെയ്യുന്ന ആരും വിമർശിച്ചേ പറ്റൂ. കാരണം ഒരു ഉത്തരം കിട്ടാൻ ആ വിമർശനം അനിവാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അംബേദ്കറുടെ മെത്തഡോളജി ഇന്ത്യ പ്രാക്ടീസ് ചെയ്താൽ കുറച്ചുകൂടി തെളിച്ചമാർന്ന ചിത്രം ഇന്ത്യയെക്കുറിച്ച് കിട്ടും. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇന്ത്യയിലെ ദേശീയവാദികൾക്കും ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾക്കും ഇല്ലാത്ത ഒരു തെളിച്ചം അംബേദ്കറിൻ്റെ രചനകളിലുള്ളത് അടിസ്ഥാനപരമായി അപ്രോച്ചിൽ നിന്നുണ്ടായതാണ്. അരുന്ധതി എഴുതിയത് നിങ്ങൾക്കറിയാമല്ലോ. അംബേദ്കറെ വായിക്കുമ്പോൾ വാതായനം തുറന്ന് ഒരു പുതിയ വെളിച്ചം കടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നിയത്. കാൻഷീറാം പറഞ്ഞത്, അനിലേഷ് ഓഫ് കാസ്റ്റ് വായിച്ചതിന് ശേഷം കുറേ ദിവസങ്ങളോളം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ്. അങ്ങനെ മനുഷ്യൻ്റെ ആത്മസത്തയെ സ്വാധീനിക്കുന്ന വിധം എഴുതാൻ അംബേദ്കർക്ക് കഴിയുന്നത് അംബേദ്കർ സവിശേഷമായ ഒരു മെത്തഡോളജി, ഒരു രീതിശാസ്ത്രം, സമൂഹ പഠനത്തിന് ഒരു രീതിശാസ്ത്രം നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആങ്കറിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും പറയുന്നത്. വിനീതമായ നമസ്കാരം. മഹാഡ് സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിൽ അംബേദ്കർ കത്തിച്ചത് ഖുറാനല്ല, മനുസ്മൃതിയാണ്. അത് നമ്മൾ മറന്നുപോകും. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്, ഏതൊരു യുക്തിയും നിഷേധിക്കുന്നു, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്നു, വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് പറഞ്ഞത്.
ബോംബ് വെച്ച് പൊട്ടിക്കണമെന്ന് ആണ് കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞത്. അദ്ദേഹം ഭരണഘടനാ ധാർമ്മികതയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്ന അവസരത്തിൽ ബോംബെയിൽ പറഞ്ഞു, ന്യൂനപക്ഷത്തെ എല്ലായ്പ്പോഴും കൂടെ നിർത്തണം, ഒരിക്കലും അതിനുമേൽ സ്വേച്ഛാധിപത്യം നടത്തരുത്. ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങളോട്, ഭരണകൂടത്തോട് അംബേദ്കർ പറഞ്ഞ ഈ കാര്യം അംബേദ്കറെ എങ്ങനെ വായിക്കണമെന്നുള്ള കാര്യത്തിലും ബാധകമാണ്. അംബേദ്കറെ വായിക്കേണ്ടത് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുമാണ്. അല്ലാതെ അംബേദ്കറൈറ്റുകൾ കൂടിയിരുന്ന് വായിക്കുന്ന ഒരു സംഗതിയല്ല അംബേദ്കർ. കാരണം അംബേദ്കർ ആഗോള നീതിയുടെ പ്രവാചകനാണ്. അദ്ദേഹം ഒരു പബ്ലിക് ഇൻ്റലക്ച്വലാണ്, രാഷ്ട്രീയ ചിന്തകനാണ്. എന്ന് പറഞ്ഞാൽ അംബേദ്കർ തന്നെ ഇന്ത്യയെ മനസ്സിലാക്കാനുള്ള ഒരു രീതിശാസ്ത്രമാണ് എന്ന് ഡോക്ടർ മീരാനന്ദ, ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ അവരുടെ പ്രോഫിറ്റ് ഫേസിംഗ് ബാക്ക്വേർഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഇന്ത്യയെ മനസ്സിലാക്കണമെങ്കിൽ അംബേദ്കർ എഴുതിയ ചിന്തകളിലൂടെ കടന്നു പോകണമെന്നാണ് മീരാനന്ദ സൂചിപ്പിച്ചത്. ഈ സന്ദർഭത്തിൽ നമ്മൾ വായിച്ചു പോകേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. 1956 ഒക്ടോബർ 14 ബുദ്ധമത പരിവർത്തന ചടങ്ങിൽ അംബേദ്കർ ചൊല്ലിയ പ്രതിജ്ഞ ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ വിശ്വാസമില്ല, അതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. വേണമെങ്കിൽ പുള്ളിക്ക് ഖുറാനിൽ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ ബുദ്ധമത പരിവർത്തന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ വിശ്വാസമില്ല, അതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. എനിക്ക് രാമനിലും കൃഷ്ണനിലും വിശ്വാസമില്ലാത്തതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. എനിക്ക് ഗൗരിയിലും ഗണപതിയിലും മറ്റ് ഹിന്ദു ദൈവങ്ങളിലും ദേവിമാരിലും വിശ്വാസമില്ലാത്തതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. ദൈവങ്ങളുടെ അവതാര സിദ്ധാന്തത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ ശ്രാദ്ധമൂട്ടുകയോ പിണ്ടം വയ്ക്കുകയോ ചെയ്യില്ല. ഞാൻ ബ്രാഹ്മണരെ കൊണ്ട് ഒരു ചടങ്ങ് നടത്തിക്കില്ല. മനുഷ്യവംശത്തിൻ്റെ തുല്യതയിൽ ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരെ താഴ്ന്നവരെന്ന വിവേചനത്തോടെ പെരുമാറുന്ന, മനുഷ്യകുലത്തിൻ്റെ ഐശ്വര്യത്തിന് ഹാനികരമായ ഹിന്ദുമതത്തെ ഞാൻ ഉപേക്ഷിക്കുകയും ഇന്നു മുതൽ ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് ഇவ்விധം പറയേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ മൂല്യബോധം, അത് മുസ്ലിം ആയാലും കൊള്ളാം, ക്രിസ്ത്യാനി ആയാലും കൊള്ളാം, ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ധാർമ്മിക ബോധം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണികമായ ധാർമ്മിക ബോധമാണ് ഇന്ത്യയിലെ മനുഷ്യരുടെ ധാർമ്മിക ബോധം എന്ന് പറയുന്നത്. ആ ധാർമ്മിക ബോധമാണ് മനുഷ്യരെ നയിക്കുന്നത്. അംബേദ്കർ പറഞ്ഞു, ഒരു മനുഷ്യജീവിയായി നിങ്ങളെ പരിഗണിക്കാത്ത മതത്തിൽ നിങ്ങൾ എന്തിന് തുടരണം? നിങ്ങളെ വിദ്യ നേടാൻ അനുവദിക്കാത്ത ഒരു മതത്തിൽ എന്തിന് തുടരണം? നിങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കുന്ന ഒരു മതത്തിൽ നിങ്ങൾ എന്തിന് തുടരണം? നിങ്ങളെ അവഹേളിക്കുന്ന ഒരു മതത്തിൽ എന്തിന് തുടരണം? ജോലിയിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു മതത്തിൽ നിങ്ങൾ എന്തിന് തുടരണം? മനുഷ്യരും തമ്മിൽ ധാർമ്മിക ബന്ധം അനുവദിക്കാത്ത ഒരു മതം മതമല്ല, ബലപ്രയോഗത്തിൻ്റെ പ്രകടനമാണ്. മനുഷ്യത്വത്തെ അംഗീകരിക്കുന്നത് മതവിരോധമെന്ന് കണക്കാക്കുന്ന മതമല്ല, രോഗമാണ്. ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ മീരാനന്ദ ഹിന്ദു മതത്തെപ്പറ്റി പറഞ്ഞത് വിനാശകരമായ വൈറസ് എന്നാണ്. കാരണം അതിൻ്റെ അടിത്തറ, ഹിന്ദുമതം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് ജാതിയിലും ബ്രാഹ്മണികമായ മൂല്യബോധത്തിലുമാണ് എന്ന് ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ മീരാനന്ദ ഡോക്ടർ ബി ആർ അംബേദ്കറെ മുൻനിർത്തി നിരീക്ഷിക്കുന്നുണ്ട്. അംബേദ്കർ പറഞ്ഞു, നിരക്ഷരരെ നിരക്ഷരരായി തുടരുവാനും ദരിദ്രരെ ദരിദ്രരായി തുടരാനും നിർബന്ധിക്കുന്ന ഒരു മതമല്ല, ശിക്ഷയാണ്. ഇത് ബ്രാഹ്മണ മതത്തെ പറ്റിയാണ് ഈ പറയുന്നത്. ഈശ്വരൻ സർവവ്യാപിയാണെന്ന് അവകാശപ്പെടുകയും മനുഷ്യരോടും മൃഗങ്ങളോടെന്നതിനേക്കാൾ മോശമായി പെരുമാറുകയും ചെയ്യുന്നവർ ആത്മവഞ്ചകരാണ്. അത്തരം ആളുകളെ വർജിക്കുക എന്നും പറഞ്ഞു വെച്ചു. ഹിന്ദു കോഡ് ബില്ലിനെ സംബന്ധിച്ച വാദപ്രതിവാദങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് ശേഷവും അംബേദ്കർ ഇങ്ങനെ പറയുന്നുണ്ട്, ജനങ്ങളുടെ മതവികാരങ്ങൾ നാം കണക്കിലെടുത്തുകൂടെന്ന് അർത്ഥമില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക മതം മറ്റുള്ള ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാർലമെന്റിന് അർഹതയുണ്ടായിക്കൂടെന്ന് മാത്രമാണ് ഒരു മതേതര രാഷ്ട്രം എന്നതിന് ആകെക്കൂടിയുള്ള അർത്ഥം. ഭരണഘടന അംഗീകരിക്കുന്ന ഏക പരിമിതി അതാണ് എന്ന് വളരെ സുചിന്തിതമായി ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അംബേദ്കർ പറഞ്ഞു,
അസമത്വവും അടിച്ചമർത്തലും നിറഞ്ഞ എൻ്റെ പുരാതന മതം ഉപേക്ഷിച്ചതോടെ ഞാൻ പുനർജനിച്ചിരിക്കുകയാണ്. ഇത് പറയുന്നത് മുഴുവൻ ബ്രാഹ്മണ മതത്തെ പറ്റിയാണ്. പറഞ്ഞു വന്ന് ഇത്രയധികം ഉദ്ധരിക്കാൻ കാരണം ഇന്ത്യയെ മുഴുവൻ മൂടിയിരിക്കുന്ന വിനാശകരമായ വൈറസ് എന്ന് പറയുന്നത് അത് ബ്രാഹ്മണ മതമാണ്. ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യവിശ്വാസങ്ങളും ചിന്താപദ്ധതികളും ആചാരാനുഷ്ഠാനങ്ങളുമാണ് ഇന്ത്യൻ സമൂഹത്തെ ആഴത്തിൽ സ്വാധീനിക്കുകയും ആഴത്തിൽ നിർണ്ണയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ രാമരാജ്യം നിരന്തരം പറയുമല്ലോ. നിങ്ങളെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അയോധ്യയിൽ ധ്വജാരോഹണം, ധർമ്മത്തിൻ്റെ ധ്വജം എന്നാണ് പറയുന്നത്. യോഗി ആദിത്യനാഥ് ഈ ധ്വജാരോഹണം കഴിഞ്ഞതിന് ശേഷം ഫേസ്ബുക്കിൽ എഴുതിയത് ഇത് രാമരാജ്യത്തിൻ്റെ പുനഃസ്ഥാപനയാണെന്നാണ് യോഗി ആദിത്യനാഥ് ഫേസ്ബുക്കിൽ എഴുതിയത്. ഈ രാമനെ പറ്റി എന്താണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്? അംബേദ്കർ പറഞ്ഞത് രാമൻ ഒരു നീചനായ ഭരണാധികാരിയാണ് എന്നാണ്. ഗർഭിണിയായ സ്വന്തം ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമന് യാതൊരു ധാർമ്മികതയും ഇല്ല എന്ന് ഇന്ത്യയോട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഉച്ചസ്ഥൈര്യം വിളിച്ചു പറഞ്ഞു. ഇത് നമുക്ക് വാൽമീകി രാമായണം നോക്കിയാൽ അറിയാം. വാൽമീകി രാമായണത്തിൽ പറയും ബ്രാഹ്മണാർത്ഥേ നീത്തസ്യ രക്ഷതഃ സർവതാപസാൻ. വാൽമീകി രാമായണം യുദ്ധകാന്ഡം 124 സർഗം 10 ശ്ലോകത്തിൽ പറയും വിപുലമായ ജനസ്ഥാനത്ത് രാമനെത്തിയത് ബ്രാഹ്മണ കാര്യം നിർവഹിക്കാനാണെന്ന് ഭരദ്വാജൻ വ്യക്തമാക്കും. ആരുടെ കാര്യമാണ്? ബ്രാഹ്മണ കാര്യം. രാമരാജ്യം വരാൻ പോകുന്നു. രാമരാവണ യുദ്ധം നടക്കുമ്പോൾ ദേവന്മാരും സർപ്പിഗണങ്ങളും പ്രാർത്ഥിച്ചു, സ്വസ്തി ഗോബ്രാഹ്മണേഭ്യസ്തു ലോകാസ്തിഷ്ഠന്തു ശാശ്വതാഃ ജയതാം രാഘവ സഖ്യേ രാവണം രാക്ഷസേശ്വരം. എന്താണ് അർത്ഥം? പശുക്കൾക്കും ബ്രാഹ്മണർക്കും സ്വസ്തി ഭവിക്കട്ടെ. ഭരണഘടന ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. ലോകങ്ങൾ നയിക്കാതിരിക്കട്ടെ, ലോകങ്ങൾ നശിക്കാതിരിക്കട്ടെ. രാവണനുമായുള്ള യുദ്ധത്തിൽ രാമൻ ജയിക്കട്ടെ. എന്തിനാണ് രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ രാമൻ ജയിക്കുന്നത്? പശുക്കൾക്കും ബ്രാഹ്മണർക്കും സുഖം വേണം, വേറെ ഒരു കാര്യവുമില്ല. രാമരാജ്യം. കോട്ടയത്ത് തിരുനക്കര മൈതാനിൽ SNDP യോഗത്തിൻ്റെ വിശേഷ യോഗം നടന്നു. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ, കോൺഗ്രസ്സുകാരൻ, ഹിന്ദു മഹാസഭയിലും അംഗം, 2 വള്ളത്തേലാണ് കാല്. ചില ആളുകളെ കുറിച്ച് ഓർത്താൽ മതി. അദ്ദേഹം ഈഴവരോട് പറഞ്ഞു, അന്നത്തെ ഈഴവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും രാമനാമം ജപിക്കണം. അന്നത്തെ ഈഴവർ പ്രബുദ്ധരായിരുന്നു. ഇന്നത്തെ അഭിപ്രായം ഞാൻ പറയുന്നില്ല, അത് ജനങ്ങൾക്ക് വിട്ടിരിക്കുക. അന്നത്തെ പ്രബുദ്ധനായ ഈഴവ സമുദായ നേതാവ്, കേരളത്തിൻ്റെ നവോത്ഥാന തേജസ്, നമ്മൾ ചെറായിക്കടുത്തിരുന്നാണ് സംസാരിക്കുന്നത്, സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങൾ പറയുന്നത് ദശരഥപുത്രനായ രാമൻ്റെ കാര്യം തന്നെയല്ലേ, അല്ലാതെ വേറെ ആളുടെ കാര്യമൊന്നും അല്ലല്ലോ. അദ്ദേഹം പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ മടങ്ങിപ്പോയതിനു ശേഷം മാളവ്യ വന്നു എന്ന പേരിൽ ഒരു ലേഖനം എഴുതി പണ്ഡിറ്റ് സഹോദരൻ അയ്യപ്പൻ. അതിൽ പറഞ്ഞു, രാമരാജ്യത്തിന് പകരം, ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ഡിറ്റും മറ്റും നാക്കറുക്കലും ഈ ഒരുക്കൊഴിക്കലും തുടങ്ങുവാൻ മടിക്കയില്ലെന്നുള്ളതല്ലാതെ ഈ രാമനാമ ജപം കൊണ്ട് എന്ത് പ്രയോജനം? രാമനാമം ജപിച്ചിട്ടും പ്രത്യേകിച്ച് ഫലമില്ല. കാരണം സന്ധ്യയ്ക്ക് നമ്മളിരുന്ന് ചൊല്ലുമല്ലോ, രാമരാമ ഭാഗ്യമാ മുകുന്ദ രാമ ഭാഗ്യം. അതിലെ വരികൾ എന്താണ്? ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ ഭാഗ്യമാ. അപ്പോൾ ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വന്ന രാമനെ സന്ധ്യയ്ക്കിരുന്ന് ഇന്ത്യയിലെ ജനങ്ങൾ പ്രാർത്ഥിച്ചാലുള്ള അവസ്ഥാവിശേഷം എന്തായിരിക്കും? ഭരണഘടന ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. കഴിഞ്ഞില്ല. രാമരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വാൽമീകി രാമായണ യുദ്ധകാന്ഡം 128 സർഗം 104 ശ്ലോകം. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ലോഭവർജിത സ്വകർമ്മസു പ്രവർത്തന്തേ തുഷ്ട സ്വൈരേവ കർമ്മവിഹി. രാമൻ രാജ്യം ഭരിക്കുമ്പോൾ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ലോഭം കൂടാതെ സ്വകർമ്മനിരതരായി എന്നും സ്വകർമ്മങ്ങൾ കൊണ്ട് തന്നെ അവർ സന്തുഷ്ടരായിരുന്നുവെന്നും വർണ്ണിക്കുന്നു. ഇതാണ് രാമരാജ്യം. ബ്രാഹ്മണരുടെ ജോലി ബ്രാഹ്മണർ ചെയ്യണം, ശൂദ്രൻ്റെ ജോലി ശൂദ്രൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യമാണ് രാമരാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ്.
അപ്പം ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ എന്താണ്, ഈ രാമനും കൃഷ്ണനും ഉത്തമമായൊരു മാതൃകയെ അല്ല എന്നുള്ള, ഗൗരിയോ ഗണപതിയോ ഒന്നും ഒരു മാതൃകയെ അല്ല എന്ന് റിഡിൽസ് ഓഫ് ഹിന്ദുയിസത്തിൽ വളരെ വ്യക്തമായി ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചിട്ട്, എന്തുകൊണ്ടാണ് അതിലേക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ ശ്രദ്ധയൂന്നിയെന്ന് ചോദിച്ചാൽ വർത്തമാനകാല സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. നമ്മളിരിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈഴവനായ ഒരു കഴകക്കാരന് പോലും കഴക ജോലിക്ക് പോലും പ്രവേശനം അനുവദിക്കാത്ത രീതിയിൽ തരണനെല്ലൂർ നമ്പൂതിരിപ്പാടന്മാർ അവർക്കെതിരെ പ്രയോഗം നടത്തുന്നൊരവസ്ഥാവിശേഷം. അക്കീരമൺ കാളിദാസ ഭട്ടതിരിയുടെ നേതൃത്വത്തിലുള്ള ബ്രാഹ്മണ സമാജം, ഒരു ഈഴവനായ ഒരു പൂജാരി, അയാൾ ശബരിമലയിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയച്ചു, മേൽശാന്തി തസ്തികയിലേക്ക്. അയാളെ ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കേസിന് പോയത് മറ്റാരുമല്ല, അക്കീരമൺ കാളിദാസ ഭട്ടതിരിയാണ് എന്നുള്ളത് നമ്മൾ ഈ സന്ദർഭത്തിൽ മറന്നു പോകരുത്. ഈ അയിത്തം, ഈ വിവേചനം, ഈ ബ്രാഹ്മണ്യ ഹിംസ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേര് പടർത്തിയിരിക്കുന്നതാണ്. അത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികകളിൽ കേവലം 121 പേരൊഴിച്ചാൽ ബാക്കി മുഴുവൻ അധ്യാപകരും സവർണ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നാണ് മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത്. അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലയിലെ 90% അധ്യാപക തസ്തികകളിലും സവർണർ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം അധ്യാപക തസ്തിക കൈയടക്കി വെച്ചിരിക്കുന്ന മുസ്ലിങ്ങളല്ല, മുഴുവൻ സവർണ കൂട്ടങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടറിയേറ്റ് തസ്തിക എടുത്ത് പരിശോധിക്കണം. ഈ സെക്രട്ടറിയേറ്റ് തസ്തിക ഭൂരിഭാഗവും സവർണർ കൈയടക്കി വെച്ചിരിക്കുക. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ഇതുവരെയുള്ള ജഡ്ജിമാരുടെ കണക്ക് നമ്മൾ പരിശോധിക്കണം. ആ ജഡ്ജിമാരുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരും. ഭൂരിഭാഗവും സവർണരാൽ നിയന്ത്രിതമായ ഒരു കോടതി വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ആദിവാസികളും ദളിതരും LLB പഠിക്കാഞ്ഞിട്ടാണോ, LLBക്ക് പോകാഞ്ഞിട്ടാണോ, മുസ്ലിങ്ങൾ പോകാഞ്ഞിട്ടാണോ? പോകുന്നുണ്ട്. പക്ഷേ അവരെ പ്രവേശിപ്പിക്കാത്ത രീതിയിൽ ഒരു സാമൂഹ്യ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഭയാനകമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഭയാനകമായ വൈറസിൻ്റെ പേരാണ് ഹിന്ദുത്വ ദേശീയത എന്നുള്ളത്. അതുകൊണ്ട് ഇന്ത്യ ജനാധിപത്യവൽക്കരിക്കപ്പെടണമെങ്കിൽ നമ്മൾ അംബേദ്കറെ മനസ്സിലാക്കണം. അംബേദ്കറെ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മളെ പിടിമുറുക്കിയിരിക്കുന്ന, നമ്മൾ പുറത്ത് പുരോഗമന വേഷം കെട്ടിയാടുകയും പുറത്ത് നമ്മൾ ദേശീയ പതാക ഉണ്ടാവും, പുറത്ത് അരിവാൾ ചുറ്റുക ഉണ്ടാവും, പുറത്ത് മറ്റു പലതും കാണും. പക്ഷേ ഉള്ളിൽ പൂണൂല് വിട്ട് നടക്കുന്ന മനുഷ്യരായിട്ട് ഇന്ത്യക്കാർ മാറിത്തീർന്നിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം. ആ അവസ്ഥാവിശേഷം പരിഹരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ ചിന്തകളെ ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരം തന്നെ ജനാധിപത്യ ശരീരങ്ങളായിട്ട് നമുക്ക് മാറ്റുവാൻ കഴിയുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, ജാതി, ഹിന്ദുമതം, വർണ്ണാശ്രമധർമ്മം എന്നതിനപ്പുറത്തേക്ക് ബോൾഡായിട്ട് സംസാരിക്കാനോ അംബേദ്കർ മറ്റു മതങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ പറ്റി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാനോ അംബേദ്കറൈറ്റുകൾ തയ്യാറല്ല. എൻ്റെ പോയിന്റിനെ ഇവർ രണ്ടുപേരും പ്രൂവ് ചെയ്തു. ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞതിന് ശേഷം 2 ഊഴങ്ങളിൽ സംസാരിച്ചപ്പോൾ അവർ ആ ഭാഗത്തേക്ക് വന്നില്ല എന്ന് തന്നെയല്ല, ഏറ്റവും ദുർബലമായ വാദമാണ് അവസാനം ശ്രീ സണ്ണിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഞാനതിൽ നിരാശനാണ്. ഇതല്ല അതിന് വേദി. പിന്നെ ഏത് വേദി? അംബേദ്കറെ എങ്ങനെ വായിക്കാമെന്നതാണ് ചോദ്യം. അംബേദ്കറെ എങ്ങനെ വായിക്കാമെന്ന ചോദ്യത്തിന് ഒരു വേദിയിൽ ആ ചോദ്യം ഉണ്ടാകുമ്പോൾ അതിന് ഞാൻ ഇപ്പോഴല്ല അടുത്ത പൂരത്തിന് പറയാം എന്ന് പറയുന്നതല്ല മറുപടി. ഇത് ഞാൻ പറഞ്ഞ ആരോപണത്തിനെ നിങ്ങൾ ശരിവെക്കുകയാണ്. നിങ്ങൾക്കത് പറയാൻ വയ്യ എന്നുള്ളതാണ്. 2, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തെറ്റാണ്. 1950-കൾ മുതൽ അംബേദ്കറെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നുവെന്നല്ല ഞാൻ പറഞ്ഞത്. 1950-കൾ മുതൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അംബേദ്കറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഭരണഘടന പഠിക്കുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റുകൾ പഠിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് ശ്രീ ശ്യാംകുമാർ പറഞ്ഞു, വേണമെങ്കിൽ എന്നാൽ അങ്ങ് ഖുറാൻ കത്തിക്കാം എന്നല്ല അദ്ദേഹം അന്ന് തീരുമാനിച്ചത്. അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് പോകുന്ന സമയത്ത് മനുസ്മൃതിയാണ് കത്തിച്ചത്. ശരിയാണ്. അദ്ദേഹം താൻ ഏത് മതത്തിലാണോ നിൽക്കുന്നത് ആ മതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളാണ് കത്തിക്കുന്നത്. അതിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ്, മറ്റൊരു മതത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അവിടെ ഖുറാനും ബൈബിളും എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കേണ്ട കാര്യമില്ല.
അദ്ദേഹത്തിൻ്റെ വിമർശനം ഹിന്ദുയിസത്തിനോടാണ്. മനുസ്മൃതി പോലെയുള്ള സ്മൃതികളാണ് അവിടെയുള്ള നിയമങ്ങൾക്ക് ആധാരം എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ട് അതിനെ തള്ളി പറയുന്ന ഒരു വ്യക്തി മറ്റേതെങ്കിലും ഒരു പുസ്തകം അവിടെ വെച്ച് കത്തിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് അബദ്ധമാണ് എന്നുള്ളതാണ്. അടുത്തത് ശ്രീരാമൻ, മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമൻ. അദ്ദേഹം മര്യാദാ പുരുഷോത്തമനല്ല, മറിച്ച് അദ്ദേഹം ഏറ്റവും വലിയ നീചനാണ്. കാരണം അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ചു എന്ന്. എത്ര ബാലിശമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ വെസ്റ്റേൺ ജൂറിസ്പ്രുഡൻസിന്റെ ഭാഗമായിട്ട് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ ആഹാ കയ്യടി. രാമന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല എന്ന്. ചേട്ടാ, ഈ സീസർ ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പ് ഇന്ത്യയിൽ മാത്രമല്ല രാജ്യങ്ങളിൽ വളരെ വിശദമായി പോയിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് രാമൻ. രാമൻ ഒരു ഭരണാധികാരിയാണ്. ഒരു ഭരണാധികാരിക്ക് തൻ്റെ കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കുന്നതല്ല പ്രധാനമെന്ന് ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലിരിക്കുന്ന നമ്മളെങ്കിലും അറിയണ്ടേ. ഒരു ഭരണാധികാരിയുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരോട് ആരോപണം വരുന്ന സമയത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയല്ല വേണ്ടത്, മറിച്ചൊരു ഭരണാധികാരി ചെയ്യേണ്ടത് നാട്ടുകാർക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ കാര്യം ചെയ്യണമെന്നാണ്. അതിന് നമ്മുടെ നാട്ടിൽ വളരെ കൃത്യമായിട്ട് കോടതികൾ പറയുന്നുണ്ട്, നീതി എന്നത് നടപ്പാക്കിയാൽ പോരാ, അത് നടപ്പാക്കി എന്ന് പൊതുസമൂഹത്തിന് ബോധ്യം കൂടി ഉണ്ടാകണം. സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് രാമൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എനിക്ക് സമയം വേണ്ടേ, എനിക്ക് സമയം വേണ്ടേ, സംവരണം ചോദിക്കുന്നില്ല, സമയം മതി, സംവരണം വേണ്ട, സമയം മതി. നോക്കൂ, വളരെ ലളിതം. സംവരണം മോശമാണോ? സംവരണം മോശമാണോ? സംവരണം മോശമാണോ? സംവരണം മോശമാണോ? അല്ല, കൂവുന്ന എന്തിനാ? കൂവുന്ന എന്തിനാ? കേക്കൂ, എനിക്ക് സമയം കിട്ടണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ സംവരണം ചോദിക്കണോ? ഞാൻ സംവരണമല്ല ചോദിക്കുന്നത്. ഞാൻ എന്റെ ഓപ്പർച്യൂണിറ്റി കേൾക്കൂ. ഞാൻ കൂവി തോപ്പിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ, മറുപടി പറയുകയല്ലേ ചേട്ടാ, മറുപടി പറയുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ആ അനീതി കാണുന്നില്ല, ഇതാണ് പ്രശ്നം. നിങ്ങൾ ഇവിടെ ആൾക്കാർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം ഞാൻ സംസാരിച്ച് 3 മിനിറ്റ് ആകുന്ന സമയത്ത് ഇത്രയും നേരം ഈച്ചയടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. നോക്കൂ, രാമൻ, നിങ്ങളല്ല തീരുമാനിക്കുന്നത്, മനോരമയാണ്. രാമൻ ഒരു ഭരണാധികാരിയാണെങ്കിൽ ആ ഭരണാധികാരിക്ക് രാജ്യകാര്യം നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ആ ഭരണാധികാരിക്ക് തൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ സ്വയമേവ വിശ്വാസമുണ്ട് എങ്കിലും ആ രാജാവ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അത് രാജനീതിയാണ്. സീസർ ചെയ്യുമ്പോൾ ആഹാ, രാമൻ ചെയ്യുമ്പോൾ ഓഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂവാം. ഇനി അടുത്തത് നോക്കൂ, ഇനി അടുത്തത് അല്ലല്ലേ, അത് നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല, നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല. അങ്ങനെയാണെങ്കിൽ ടൈം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണമായിരുന്നു. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ നിങ്ങളുടെ ഗസ്റ്റ് അല്ലേ, അപ്പൊ സമയം നിങ്ങൾ ആദ്യം അവസാനം സംസാരിക്കുന്ന ആളിനോടല്ല നിങ്ങൾ ഇടപെടേണ്ടത്. 50 minutes ആണ് സർ. ആയിക്കോട്ടെ, പക്ഷെ അത് മോഡറേറ്റർ തീരുമാനിക്കണ്ടേ? മോഡറേറ്റർ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതിയോ? മോഡറേറ്റർ പറഞ്ഞോ? ഇല്ലല്ലോ. 6 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 6 മിനിറ്റ് നിങ്ങൾ തന്നോ? നോക്കൂ, ഞാൻ അവസാനിപ്പിക്കാം, പക്ഷെ കേൾക്കൂ. ഇതിലെ ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ 2 ആൾക്കാർ പറഞ്ഞിട്ട് 3 ആൾക്കാർ പറഞ്ഞിട്ട് അണീവനായിട്ടുള്ള ഒരു പാനലിൽ ഇരുന്നിട്ട് സംസാരിക്കാതെ തിരിച്ചു പോകണമെന്നാണ് വിചാരിച്ചെങ്കിൽ മനോരമ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ചു വന്നു, അതിനല്ല, പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഇതിന് അവസാനം പറഞ്ഞൊരു കാര്യം, അതായത് ഗുജറാത്ത് ഭ്രൂണഹത്യ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗുജറാത്തിലേക്ക് പോകണ്ട. നമ്മളിവിടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് കുത്തിപ്പിളർന്ന് ഭ്രൂണത്തിനെ എടുത്ത് ഹത്യ ചെയ്തു എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുന്നില്ല. എന്നിട്ടോ അതിനെ വെറും കാർഷിക കലാപമാണ് എന്ന് പറയുന്ന ആൾക്കാർ, അത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെയാണെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കോളം എഴുതുന്ന ശ്രീ ശ്യാംകുമാർ ഓർക്കേണ്ടത് എന്താണ് മതരാഷ്ട്ര സ്ഥാപനത്തിനെ കുറിച്ച് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. മതരാഷ്ട്ര സ്ഥാപനം എന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ഞാൻ ആദ്യം പറഞ്ഞ അതേ പോയിന്റ്, നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ വന്ന് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് വേദിയിൽ ഇരുന്ന് മറ്റൊരു ദിവസം പറയാമെന്ന് പറയുന്നതല്ലാതെ മറ്റു മതങ്ങളെ അംബേദ്കർ വിമർശിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയാനോ ഉൾക്കൊള്ളാനോ ഉള്ള ത്രാണി നിങ്ങൾക്കില്ല. അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, the Muslims have all the social evils of the Hindus and something more.
അപ്പൊ നിങ്ങൾ ഇതുവരെ ഹിന്ദുയിസത്തിനെ പറ്റി പറഞ്ഞതും അതിന് എക്സ്ട്രായും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ഗ്രാവിറ്റിയിൽ നിങ്ങൾ പറയുന്നില്ല. അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞു, ജെയിംസ് പോളിനെ കോട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദി എനിമി. ഖുറാനെ പറ്റി പറയുകയാണ്, ദി എനിമി ഓഫ് ദ മാൻകൈൻഡ്. തന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ് ഏറ്റവും അവസാനം ഇന്ത്യയിൽ മുസ്ലിങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ബ്രദർഹുഡ് ഓഫ് ഇസ്ലാം ഈസ് നോട്ട് ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് മാൻ, ഇറ്റ് ഈസ് ബ്രദർഹുഡ് ഓഫ് മുസ്ലിംസ് ഫോർ മുസ്ലിംസ് ഓൺലി. There is a fraternity, but its benefit is confined to those within that corporation. For those who are outside the corporation, there is nothing but contempt and enmity. ആ മതത്തിലുള്ള ആൾക്കാരല്ലാത്ത മറ്റുള്ള ആൾക്കാരോട് കണ്ടംപ്റ്റ്, നിങ്ങൾക്ക് എനിമിറ്റി, ശത്രുത, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാളിനെ പറ്റി നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലെയിം സ്പീച്ചായിട്ട് റിഗാർഡ് ചെയ്യപ്പെടും, അത് ഏറ്റവും മോശമായിട്ടുള്ള പരാമർശമായിട്ട് റിഗാർഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയില്ല. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. The second defeat of Islam is that it is a system of social self-government and is incompatible with the local self-government, because the allegiance of a Muslim does not rest on his domicile in the country, which is but on the faith to which he belongs. The Muslim, ഒരു സെക്കൻഡ്, ഞാൻ ആ സെന്റൻസ് നിർത്താം. In other words, Islam can never allow a true Muslim to adopt India as his motherland. എനിക്ക് ആ അഭിപ്രായമില്ല. അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അംബേദ്കറൈറ്റുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറല്ല. That is probably the reason why Maulana Muhammad Ali, a great Indian but a true Muslim, preferred to be buried in Jerusalem rather than in India. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല ചേട്ടാ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ കാലത്ത് അംബേദ്കറിനെ എങ്ങനെ വായിക്കണമെന്ന് നിങ്ങളിൽ വായന തുടങ്ങണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതിനാണ്. താങ്ക് യു. മനോരമ നിങ്ങളുടെ അപ്പോളജി I think we can discuss outside. Please, we can I totally agree. discuss I outside. totally agree. Otherwise it will we be can discuss far-fetched. outside. Thank you. Please, we can continue the discussion in a Thank you democratic so way much. outside. Please. അടുത്ത സെഷൻ ഈ വേദിയിലൂടെ